ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും പലപ്പോഴും ഈ കലങ്ങി മറിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കലങ്ങി മറിച്ചിലില്ല കുറച്ച് കാലമായിട്ട്. കാരണം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യം BJP തന്നെ ഭരിക്കുന്നതുകൊണ്ട് ഈ കലക്കി മറിക്കേണ്ടവരാരും അതിനകത്ത് എത്തുന്നില്ല എന്നൊരു സാഹചര്യം കൂടെയുണ്ട്. പക്ഷേ ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു നട്ടല് എന്ന് പറയപ്പെടുന്ന ഉണ്ട്. അതിനപ്പുറം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു സ്ഥലമാണ് ബീഹാർ എന്നുള്ളത്. ബീഹാറിലേക്ക് എത്തപ്പെടുമ്പോഴും ഇതേ രാഷ്ട്രീയം, നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണിച്ച അതേ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പരമായിട്ടുള്ളൊരു തന്ത്രം അത് തന്നെയാണോ ഈ ബീഹാറിലും നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ബീഹാറിൽ ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാവണം എന്നുള്ളതാണ് ബീഹാറിനെ കുറിച്ച് BJPയുടെ കാഴ്ചപ്പാട്. അപ്പോൾ സുസ്ഥിരമായൊരു ഭരണം ഉണ്ടാവണം, അഴിമതിരഹിതമായൊരു ഭരണം ഉണ്ടാകണം. സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJPയുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അഴിമതിരഹിതമായൊരു ഭരണം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ. കോൺഗ്രസ് മാത്രമാണ് ഈ അഴിമതിക്കാരൻ. നിങ്ങൾ JDUവിന്റെ നേതാവ് നിതീഷ് കുമാർ അടക്കം നിങ്ങളോടൊപ്പമാണ്. നിതീഷ് കുമാർ ശുദ്ധനും ഭരണസാത്വികനാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത അഴിമതി എന്ന് പറയുമ്പോൾ അഴിമതി രാഷ്ട്രീയം നിതീഷ് കുമാർ നടത്തിയാൽ നിതീഷ് കുമാറിനെ തള്ളി പറയും, അതിൽ സംശയമൊന്നും വേണ്ട. അഴിമതിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രവണത, അഴിമതിയും വികസനരാഹിത്യവും ഉള്ള ഒരു ഗവൺമെൻറ്റും ഉണ്ടാവരുത് എന്നുള്ളതാണ് BJPയുടെ കൺസെപ്റ്റ്. BJPയുടെ കൺസെപ്റ്റ് എല്ലാവർക്കും നല്ല ഭരണം ഉണ്ടാവണം, ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നല്ലൊരു ഭരണത്തിൻ്റെ അനുഭവേദ്യമായിട്ടുള്ള ഒരു ഘടകമായി മാറണം. ഇതാണ് BJPയുടെ കൺസെപ്റ്റ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ചേട്ടൻ ചോദിച്ചല്ലോ, ഉലച്ചിലുകളില്ലാത്തൊരു സർക്കാർ. ഞാൻ തമാശക്കാണെങ്കിലും പറയാം. അതായത് ഇവിടെ ഒരു വലിയ യാത്ര നടത്തി ബീഹാറിൽ കുറച്ച് നാളുകൾക്ക് മുൻപ്. അതിനു മുൻപ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ, രാജ്യത്തെ ഭരണഘടനയെ, ഭരണഘടനാ സംവിധാനങ്ങളെ ഒക്കെ ഒരാൾ പരിഹസിച്ചു. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പരിഹസിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ വിധിയെഴുത്ത് എവിടെയുണ്ടാവും, ബീഹാറിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി കൈപിടിച്ചൊരു യാത്ര നടത്തി. ഇന്ന് എന്താ ബീഹാറിലെ രാഷ്ട്രീയ അവസ്ഥ? മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സാധനം ഇന്ന് എത്രയിടത്താണ് പരസ്പരം മത്സരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ ലൈൻ ഓഫ് കോൺട്രാക്റ്റ് അല്ല, ഇതൊരു ഐഡിയോളജിക്കൽ കോൺട്രാക്റ്റ് അല്ല. ഇത് അഴിമതി നടത്തുമ്പോൾ 60-40, 60 നിനക്ക് 40 എനിക്ക് എന്നുള്ളൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അങ്ങനെ അഴിമതിക്കാരുടെ ഒരു താവളത്തിലേക്ക് അല്ലെങ്കിൽ അഴിമതിക്കാരുടെ പിടിയിലേക്ക് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ എന്നല്ല രാജ്യത്തെ ഒരു സംസ്ഥാനത്തെയും എത്തിച്ചു കൊടുക്കാൻ BJP തയ്യാറല്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെ BJP ഒരു വലിയ ഗവൺമെൻറ്, NDAയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾക്ക് അനുഭവേദ്യമായിട്ടുള്ള വികസനം എത്തിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. ആ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു തന്ത്രവും അല്ലെങ്കിൽ ഇന്നലെ വരെ ഉയർത്തിയ ഒരു മുദ്രാവാക്യവും ഇന്ന് കോൺഗ്രസോ RJDയോ അവിടെ ഉയർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെയും NDAയുടെയും മെറിറ്റ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഈ പറയുന്ന NDAയുടെയും BJPയുടെയും മഹത്വത്തിനൊക്കെ അല്ലെങ്കിൽ താങ്കളുടെ മഹത്വവൽക്കരണത്തിനൊക്കെ ഞാൻ കേൾക്കുന്നു, അതൊന്നും കുഴപ്പമില്ല, പൊതുസമൂഹം കേൾക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ആളെന്ന് പറയപ്പെടുമ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും നടത്തുന്ന ഒരാളാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത്. നമുക്കറിയാം 5 തവണ മുഖ്യമന്ത്രിയായി, പലവട്ടം. നമുക്ക് 2014 ഒന്ന് പോകണം. 2014 പോയി കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന പോലെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അദ്ദേഹം NDAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുന്ന കാലഘട്ടത്തിലാണ് NDAയുടെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതിനുശേഷം അദ്ദേഹം RJDയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭരിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തി. 2015 തിരികെ വരുന്നു, വീണ്ടും 2017 പോകുന്നു, വീണ്ടും 2017 തിരികെ വരുന്നു. അതിനുശേഷം 2020 മത്സരം നടക്കുന്നു, 2022 വീണ്ടും BJPയോടൊപ്പം ചേരുന്നു. ഇങ്ങനെ അധികാര കൊതിയനെ കൂട്ടുനിർത്തി അവർ ഈ പറയുന്ന പോലെ അഴിമതിക്കാരുടെ കൂടെയാണല്ലോ ഭരിച്ചിരുന്നത്. അപ്പോൾ അതേ അഴിമതിക്കാരനായിട്ടുള്ള ആൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്നാൽ ശരിയായില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത നിങ്ങളുടെ കൂടെ ചേരുന്ന ഒരു അവസരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ആ അവസര രാഷ്ട്രീയത്തെ നിങ്ങൾ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ല, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്താൽ നമുക്കതൊരു അൺഎത്തിക്കലാണെന്ന് പറയാം. ഇതൊരു പാർട്ടിയല്ല, അവരൊരു പ്രത്യേക പാർട്ടിയാണ്, അവരുടെ പാർട്ടിയുടെ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ചേട്ടൻ്റെ ചാനലിൻ്റെ ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല, അത് ചേട്ടൻ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ചേട്ടൻ്റെ ആ പാർട്ടിയാണ് തീരുമാനമെടുത്ത് മുന്നണി വിട്ടു പോകുന്നത്. ആ പാർട്ടി തീരുമാനമെടുത്ത് തിരിച്ച് മുന്നണിയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും മുന്നണി വിട്ടു പോയതും ഞങ്ങൾ പറഞ്ഞിട്ടല്ല, മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നതും അവരുടെ താല്പര്യം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും BJP ചെയ്യുന്നത് എന്താണ്, അവിടെ ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് BJPയുടെ കാഴ്ചപ്പാട്. അന്നും ഇതുപോലുള്ള അധികാര കൊതിയൻ എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അവിടെ മുഴുവൻ അഴിമതിക്കാരുടെ എനിക്ക് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പലവട്ടം പോയ ആളാണ്. അല്ല, പലവട്ടം പോയ ആളാണ്. ഞാൻ പറഞ്ഞത് ഒരു വട്ടമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ശരിയാണ്, ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അഴിമതിയുടെ കൂടാരമാണെന്ന്. പലവട്ടം ഇതുപോലെ പോയി തിരികെ വന്ന ആൾക്ക്
ആ ആ വട്ടം ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ, ഇതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നം എനിക്കത് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് പോണമെന്ന് തോന്നി അദ്ദേഹം പോയി, അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ കാണേണ്ട രക്ഷിതാവസ്ഥ ഉണ്ടാവണോ? അല്ല, ഒരു ഗവൺമെന്റ് ഉണ്ടാവണമല്ലോ. ആ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം BJP എന്നുള്ള നിലയിൽ BJP ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. അപ്പോൾ BJPക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് BJP അവിടെ ചെയ്തിരിക്കുന്നത്. BJP കൃത്യമായി ആ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ BJP വഹിച്ച പങ്ക് കൃത്യമായി ജനങ്ങൾക്കറിയാം. BJP എന്തുകൊണ്ടാണ് ആ നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചേട്ടൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല പത്രമാധ്യമങ്ങളും അവിടെ പോയിട്ടുണ്ട്. കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് പോയത്. കാരണം 20 വർഷമായിട്ട് ഭരിക്കുന്നു, NDAക്കെതിരെ BJPക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മലയാളികളായ ആളുകൾ പറഞ്ഞ ചില കമന്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ മനസ്സുകൊണ്ട് ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്, പക്ഷേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ താമരയ്ക്ക് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ NDAക്ക് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? വികസനം ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ വികസനം അനുഭവേദ്യമാകുന്ന, അഴിമതിയില്ലാത്ത ഒരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ് BJPയുടെ എക്കാലത്തെയും കാഴ്ചപ്പാടനെ. അപ്പൊ ആ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. ആ കാഴ്ചപ്പാടിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. പക്ഷേ അവിടെയാണ് എനിക്ക് തോന്നുന്നത്, ശരിയായിരിക്കാം, നിങ്ങൾ പറഞ്ഞ വളരെ കൃത്യമായിരിക്കും. കാരണം BJPക്ക് ഇങ്ങനെ അഴിമതിരഹിതമായിട്ടുള്ളൊരു ഭരണം, സുസ്ഥിര ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ നിതീഷ് കുമാറിനെ വരെ ചുമന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം. വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏകദേശം 80ഓളം സീറ്റ് അവിടെ പിടിച്ചു. ഒരു 42 സീറ്റ് കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. പക്ഷെ അതിന് പകരമാണ് ഈ പറയുന്ന 45 സീറ്റുള്ള നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക. വലിയ ഉത്തരവാദിത്വമാണ് അത് കൊടുക്കുന്നത്. വിശാലമായ മനസ്സുള്ള പാർട്ടിക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളതാണ്. മുന്നണി മര്യാദയാണ്. അല്ല, മുന്നണി മര്യാദയുള്ളതല്ല, അതൊരു വലിയ തന്ത്രമാണ്. ആ തന്ത്രം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നു. കാരണം അതിൻ്റെ എല്ലാ അലയൊലികളും അവിടെ അടിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തുകയും, എന്നാൽ അതേസമയം നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിതീഷ് കുമാർ ഒന്നല്ലാതായി മാറും. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ NDAയുടെ, പക്ഷേ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കില്ല. അല്ല, ഇതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അതിന് എനിക്ക് മറുപടി പറയാനും, NDA എന്നുള്ള നിലയിൽ NDA ഒരുമിച്ചിരുന്ന് കൊണ്ടൊരു തീരുമാനമെടുക്കും. ആ തീരുമാനപ്രകാരം ആരാണോ മുഖ്യമന്ത്രി ആകേണ്ടത് ആ ആൾ മുഖ്യമന്ത്രിയാകും. അതിപ്പോ ഞാൻ പറയുന്നത് BJPക്ക് ഇപ്പോൾ ഒരു 90 സീറ്റ് കിട്ടുന്നു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 90-95 സീറ്റ് വരെ വാങ്ങിക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ അവകാശം. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ 122ലേക്ക് എത്താൻ വലിയ ദൂരമില്ല. ചിരാഗ് പാസ്വാനുണ്ട്, ജിതിൻ റാം മാഞ്ചിയുണ്ട്. ഇവരുടെയൊക്കെ വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ സീറ്റുകളൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് വിജയിക്കാം, അവിടെ ഭരണം നടത്താം. അപ്പോൾ പിന്നെ നിതീഷ് കുമാറിൻ്റെ ആവശ്യമുണ്ട്? അങ്ങനെയല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും കേട്ടോ. ഞങ്ങൾ ഇപ്പം ഗോവയിൽ ഞങ്ങളോട് ഒരു പാർട്ടിയേ ഉള്ളൂ, ഒരു സീറ്റുള്ള പാർട്ടിയുണ്ട്. ആൾക്ക് മന്ത്രിപദം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നല്ല, സംസ്ഥാനത്ത് മന്ത്രിപദം കൊടുത്തിട്ടുണ്ട്. അതൊരു മുന്നണി മര്യാദയാണ്. നമ്മളൊരു ടീമായി മത്സരിക്കുമ്പോൾ ആ ടീമിനകത്ത് നിൽക്കുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യത. പിന്നെ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുന്നണിയുടെ യോഗത്തിൽ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാവരും ഇരുന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന് സംസാരിച്ചിട്ടാണ് മുന്നണി യോഗത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അല്ല, മുന്നണിയുടെ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടത്തേണ്ടത് തീരുമാനിക്കുന്ന അവരാണ്. ഇപ്പം എനിക്ക് ബീഹാറിൻ്റെ സാഹചര്യം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, സുസ്ഥിരമായൊരു ഭരണം, അഴിമതിരഹിതമായൊരു ഭരണം, വികസന കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു ഭരണം അത് ബീഹാറിലുണ്ടാവും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയായിരിക്കും. അതിലൊരു തർക്കവുമില്ല. അല്ല, ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊന്നും അവിടെ ഇല്ലാതാവുന്നതാണ്. അതായത് നിങ്ങൾ പറയുമല്ലോ, രാഹുൽ ഗാന്ധി നടത്തിയ ചോരി യാത്ര അടക്കം വലിയ രീതിയിൽ, ഞാൻ അതാ ചേട്ടനോട് ചോദിച്ചത്, ഒരു വലിയ രീതിയിൽ അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയെന്നൊക്കെയാണ്. മഹാഗഠബന്ധന്റെ അവസ്ഥ എന്താ? മഹാഗഠബന്ധൻ അവസ്ഥ എന്താ? ആ മഹാസഖ്യം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഇല്ലെന്നാണ് എനിക്ക് കിട്ടുന്ന പരിമിതമായ അറിവുകൾ പലപ്പോഴും എനിക്ക് പറഞ്ഞ കാര്യം ശരിയാണ്. മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം മത്സരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് RJDയുടെ ഒരു നേതാവ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കുമെങ്കിൽ സീറ്റ് തരാന്നാ. തിരിച്ച് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോട് RJD പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ചിഹ്നം തരാം, അതായത് അവരുടെ RJDയുടെ ചിഹ്നം തരാം, ആ ചിഹ്നത്തിൽ വേണമെങ്കിൽ അവിടെ മത്സരിച്ചോ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കൂട്ടുകെട്ടാണെന്ന് താങ്കൾ വിചാരിക്കുന്നു. അവിടെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയം വളരെ വല്ലാതെ ഉണ്ടല്ലോ. എത്ര കാലം? അത് മാത്രമല്ല ഈ ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും തേജസ്വി യാദവ് ആണെങ്കിലും ഒക്കെ അവർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട്, ജാതിയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നമുക്ക് മറന്നുകൊണ്ട് അവിടെ ഈ പറയുന്ന, അത് ഞാൻ പറയാതെ തന്നെ നന്ദുവിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, സവർണ്ണ മേധാവിത്വം ഇല്ലാത്തൊരു സംസ്ഥാനം കൂടിയാണ് ഈ ബീഹാർ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ചേട്ടാ, 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന്
കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, അന്ന് താങ്കളും ഞാനും വേറെ വേറെ മാധ്യമങ്ങൾ, താങ്കൾ വേറെ മാധ്യമത്തിലാണ്, അപ്പം നമ്മൾ ആ ഡിബേറ്റിൽ ഞങ്ങൾ ഇരുന്നവരാണ്. അന്ന് ഉച്ചവരെ നിങ്ങൾ എല്ലാവരും എന്നെ ഫ്രൈ ചെയ്യായിരുന്നു. എന്താ പറഞ്ഞത്? ഇതാ ബീഹാറിൽ മഹാസഖ്യം അധികാരത്തിലേക്ക് BJP തകർന്നടിഞ്ഞു ഇല്ലേ? ആ പറഞ്ഞിടത്ത് നിന്ന് വൈകുന്നേരം നിങ്ങൾക്കത് മാറ്റി പറയേണ്ടി വരികയും, നിങ്ങൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ ജാതി രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്തു. എന്തുകൊണ്ട്? നിങ്ങൾ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് സ്വച്ഛ് ഭാരത് അഭിയാൻ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞതൊന്ന് മറ്റേ ഗ്യാസ് ഉജ്ജ്വൽ യോജന പരിപാടി, പ്രധാനമന്ത്രി ആവാസ് യോജന, കിസാൻ സമ്മാൻ നിധി, ഇങ്ങനെ ഒരു നിര പദ്ധതികളുടെ പേര്, ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ നിങ്ങളൊരു നിര പദ്ധതികളുടെ പേരുകൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് അത് അവിടെ കിട്ടുന്നില്ല എന്ന്? അല്ല, അവിടെ നിതീഷ് കുമാർ ചെയ്യുന്ന വേറൊരു പദ്ധതി കൂടി പറയാം. അതുപോലെ നമ്മൾ പറയാം. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട് അവിടെ. ഏകദേശം 75 ലക്ഷം സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു 10,000 രൂപ വീതമുള്ള നിക്ഷേപ പദ്ധതി അല്ലേ? മഹിളാ സമ്മാൻ യോജനയാണെന്ന് തോന്നുന്നത്. അത്തരത്തിലൊരു പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അല്ല, അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ പ്രഖ്യാപനം കഴിഞ്ഞാൽ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആണ്. അങ്ങനെയല്ല, രാഷ്ട്രീയത്തിൽ തന്ത്രം നല്ലതാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, UP-യിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി. അന്ന് UP-യിൽ കോൺഗ്രസ് പറഞ്ഞത് 1 ലക്ഷം രൂപ വെച്ചിട്ട് UP-യിലെ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. പാവപ്പെട്ടവർ അത് കേട്ട് വോട്ട് ചെയ്തു. ഞങ്ങൾ പരാജയപ്പെട്ടു. ഇവരവിടെ കോൺഗ്രസ് ഓഫീസുകളുടെ മുന്നിൽ ഈ പറയുന്ന സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വന്ന് 1 ലക്ഷം രൂപ ചോദിച്ചു. അവിടുത്തെ നേതാക്കന്മാരെ കൈ പഞ്ഞി കിട്ടുമെന്നൊക്കെയാണ് കിട്ടിയ വാർത്തകൾ, നമ്മളെല്ലാവരും കണ്ട വാർത്തകളാണ്. ഇങ്ങനത്തെ ഒരു കാപട്യം നിറഞ്ഞ നിലപാട്, നിങ്ങളിപ്പോൾ ഞാൻ ഒരു സംശയം പറഞ്ഞാൽ, ഒരു ജെനുവിനിറ്റി പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ബഡ്ജറ്റ് വന്നു. അന്ന് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എഴുതിയത്, അതായത് ജനപ്രിയ ബഡ്ജറ്റായിരിക്കും, ജനോപകാരപ്രദമായിട്ടുള്ള, ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന, ഒരു സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വോട്ടിംഗ് ആയിരിക്കും, അല്ലെ ബഡ്ജറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു സാധനം അങ്ങനെ വന്നില്ല. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. കാരണം ഞങ്ങൾ ജനങ്ങളോട് 100% ആത്മാർത്ഥമായാണ് ഇടപെടുന്നത്. ഞങ്ങൾ ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങളിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളിലേക്കും ആ പദ്ധതിയുടെ ഗുണഫലം എത്തുന്ന തരത്തിലാണ് ഞങ്ങളൊരു പദ്ധതി ഓർഗനൈസ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ വച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളെ ചതിക്കില്ല, അവർ ഞങ്ങളെ നെഞ്ചോട് ചേർക്കുമെന്ന ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്നുവരെയും ഹരിയാനയിൽ, നമുക്ക് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾ തരംതിരിച്ചു പറയാം, ഹരിയാനയിൽ ഇതാ BJP അസ്തമിച്ചു എന്ന് എഴുതിയ മാധ്യമങ്ങൾ മിനിറ്റുകൾ കൊണ്ട് അത് മാറ്റിയില്ല. BJP ഇതാ തിരിച്ച് തേരോട്ടം നടത്തുന്നു എന്ന് എഴുതി. തൊട്ടടുത്ത് മഹാരാഷ്ട്രയിൽ BJPയുടെ കോട്ടകളെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കിയിരിക്കുന്നു, ഇല്ലേ? പറഞ്ഞില്ലേ ഏട്ടാ? എന്നിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റുകൾ കുറഞ്ഞു. അപ്പോൾ ഇവിടെ BJP അസ്തമിച്ചു, BJPയെ പുറത്താക്കിക്കൊണ്ടൊരു വലിയ സഖ്യം ഉണ്ടായോ ഏട്ടാ? ഇല്ല, ഉണ്ടാവില്ല ചേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കൃത്യമായി പോയിന്റ് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അവർക്ക് ആയുഷ്മാൻ ഭാരത് വഴി 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗകര്യം തന്നത് ഈ പറയുന്ന ആരുമല്ല, അത് നരേന്ദ്രമോദിയുടെ BJP ആണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ പട്ടിണി കിടക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന 25 കിലോ റേഷൻ ഒരു വീട്ടിലേക്ക് എത്തിച്ചു തന്നത് നരേന്ദ്രമോദിയുടെ ഗരീബ് കല്യാൺ യോജനയിലൂടെ ആണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഇവിടെ കേരളത്തിലെ ആൾക്കാർ ഒപ്പിട്ടിട്ടില്ല. നേരത്തെ PM ശ്രീ നമ്മൾ സംസാരിച്ച പോലെ കേരളത്തിലെ ആൾക്കാർ ഒപ്പിട്ടിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യമാണ്, അവന്റെ മെഡിക്കൽ ആനുകൂല്യമാണ്, അത് തടഞ്ഞു വെക്കുന്നു. ഇവിടെ കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലാകമാനം ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമുണ്ട്, നരേന്ദ്രമോദി അദ്ദേഹം ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കുന്നു. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ നിലപാടെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നിലല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. മറിച്ച് മറുപക്ഷത്തുള്ളവർ രാജ്യത്തെ സംവിധാനങ്ങളെ, രാജ്യത്തെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ, കോൺസ്റ്റിറ്റ്യൂഷനെ, ഇതിനെല്ലാം എതിർക്കുന്നു, ഇതിനെല്ലാം അടച്ചാക്ഷേപിക്കുന്നു, ഇതിനെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഒരു രാജ്യത്തിൻ്റെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തെയും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയും ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജ്യ സ്നേഹിയാണോ എന്ന ചോദ്യം കോടതി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് ചോദിക്കാൻ ഇത് ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് ജനങ്ങൾക്ക് വിലയുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കോടതികൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കാൻ തയ്യാറാവുന്നില്ല, കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുന്നില്ല. അത്തരത്തിലല്ലേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം? ഇതെല്ലാം
ഇതെല്ലാം എവിടെ ചർച്ച ചെയ്യപ്പെടും? ബീഹാറിൽ ചർച്ച ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. ബീഹാറിൽ ഓപ്പറേഷൻ സിന്ദൂർ എവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നോ അവിടെയൊക്കെ ഇത്തരത്തിൽ രാജ്യത്തെ പരമാധികാരത്തെയും രാജ്യത്തെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും ചോദ്യചിഹ്നത്തിൽ നിർത്തിയ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ജനങ്ങൾ മറുപടി പറയിക്കും. അത് മറുപടി കിട്ടും രാഹുൽ ഗാന്ധിക്ക്, ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇത് കഴിയുമ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് പോകാനാണ് സാധ്യത. ബീഹാറിലും സംഭവിക്കാൻ പോകും തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.